ഒരു 7 മണിയാകുമ്പോഴത്തേക്ക് ട്രെയിൻ എത്തിയിട്ട് ട്രെയിനിൽ കയറി ഇതായി ഇവളുടെ ഉമ്മ ഇതാ ഒരു വിളിയോട് വിളി. ഇവളാണെങ്കിൽ തള്ളോട് തള്ളി എവിടത്തേക്ക് പോകുന്നു നമുക്കറിയില്ല. നിങ്ങൾ കേട്ടോ. തണുത്ത് വറച്ചിട്ട് ആടുന്നിടാൻ വെച്ച സെക്ടർ വരെ ഇസാനിക്ക് ആയിരിക്കില്ല. ഇപ്പൊ ഇട്ട് വെച്ചുത്തിലേക്ക് ഇസാനിക്ക് 2 സെക്ടറല്ല ഇട്ടിട്ട് അയച്ചാത്താണിപ്പാ. അവളുടെ തള്ളി സഹിക്കാൻ വയ്യാണ്ട് ഞങ്ങൾ ഇതാ കിടന്നിട്ട് പുറത്തുള്ള വ്യൂ ആസ്വദിക്കാൻ തുടങ്ങി. നല്ല വ്യൂ ആയിരുന്നു. നമുക്ക് കിട്ടി ജമ്മുവിലേക്കുള്ള ട്രെയിൻ എന്ന് വെച്ചാൽ 3 ടയർ AC ആയിരുന്നു. അപ്പോൾ സുഖമായിട്ട് കിടന്നിറങ്ങി പോകാം. എല്ലാവർക്കും സീറ്റ് കൺഫേം ആയിന്. ഭാഗ്യം തന്നെ. അങ്ങനെ നമ്മൾ ജമ്മുവിലെത്തിയിട്ട് പുറത്ത് നോക്കുമ്പോൾ പഠിച്ചോനെ എന്തോരം ക്രൗഡാന്ന് പറയാം. ക്രൗഡഡ് ഏരിയ എന്നൊക്കെ പറയാം, ഭയങ്കര ക്രൗഡ്. അതുകൊണ്ട് എല്ലാവരും ഫോണൊക്കെ സൂക്ഷിച്ചാൽ അത്രക്കും നല്ലത്. കാശ്മീരിലേക്ക് പോകുന്ന റൂട്ടായത്. കോട പറഞ്ഞ കോട എങ്ങനെയാ ഓടിക്കുന്നതെന്ന് പഠിച്ചോ എനിക്കറിയാം. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി നോക്കുമ്പോ ഇതാ നല്ല സെറ്റ് ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്താണെന്നറിയോ, ഇതാണ് ഇവിടുത്തെ ബിരിയാണി. ബിരിയാണി നമ്മൾ അടുത്ത ഐറ്റം വന്നു. ഇതാണ് കാശ്മീരി ഫ്രൈഡ് റൈസ്. ചിക്കൻ അല്ല കേട്ടോ, വെറും വെജ് മാത്രം. അങ്ങനെ എല്ലാവർക്കും മനസ്സിലായില്ലേ ഞങ്ങൾ എവിടെയാണ് പോകുന്നത്? കാശ്മീരിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിറങ്ങി ഞങ്ങൾ റൂമിലേക്ക് വിട്ട് അങ്ങനെ ഹോം സ്റ്റേ എടുത്തത്. നാളത്തെ വിശേഷം നാളെ. ഗുഡ് നൈറ്റ്.